എന്ന് പറഞ്ഞുകൂടാതെ വെറുതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയല്ല ഇതെന്ന് എനിക്ക് തോന്നി. കുറച്ച് സ്റ്റോറി ഓറിയന്റഡ് ആയിട്ട് കറക്റ്റ് നല്ല കഥ, തിരക്കഥ, ക്യാരക്ടേഴ്സ്, ഇമോഷൻസ്, പിന്നെ സിറ്റുവേഷൻസ്, കുറച്ച് ഫണ്ണ്, എല്ലാ എലമെന്റ്സും കറക്റ്റ് ആയിട്ട് വരുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. സാധാരണ ഹോം കമ്മിങ്, മറ്റേ നോ വേ ഹോം, ഈ സിനിമകളെക്കാൾ കുറച്ച് വ്യത്യസ്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ആക്ഷൻ സീനുകൾ മാത്രം കണ്ടിങ്ങനെ എൻജോയ് ചെയ്യാനുള്ള, നമുക്ക് എല്ലാവർക്കും അതിലൊരു താല്പര്യമുണ്ട്, പക്ഷെ ആക്ഷൻ സീനുകൾ മാത്രം ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്ന ഒരു പടമല്ല. നല്ല രീതിയിൽ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിപ്പോ വില്ലനായാലും നായകനായാലും മറ്റ് കഥാപാത്രങ്ങളൊക്കെ ആയാലും എല്ലാവർക്കും അതിൻ്റെതായ ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഇമോഷണൽ കാര്യങ്ങൾ, പിന്നെ കുറച്ച് ആവശ്യത്തിന് കുറച്ച് തമാശകൾ, ഇതെല്ലാം ഉള്ള ഒരു പെർഫെക്റ്റ് സൂപ്പർ ഹീറോ മൂവി എന്ന് തന്നെ പറയാം. സ്പൈഡർമാനെ പോലെ തന്നെ മറ്റ് ക്യാരക്ടേഴ്സിനും നല്ല രീതിയിൽ പ്രാധാന്യമുണ്ട്. പിന്നെ ടെക്നിക്കലി ഒന്നും പറയണ്ട, മാർവൽ സീരീസിലെ തന്നെ ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് വരുന്ന വിഷ്വൽസ് ഒക്കെ ഉള്ള ഒരു സിനിമയായിരിക്കും എപ്പോഴും സ്പൈഡർമാൻ. അതുപോലെ തന്നെ ഇതും നല്ല ബ്രൈറ്റ് ആണ്. സ്പൈഡർമാൻ നല്ല കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ആക്ഷൻ സീൻസ് എടുത്തു പറയാം. ആക്ഷൻ സീൻസ് ഉണ്ട് എന്ന് വെച്ചാൽ വാരിക്കോരി ഇങ്ങനെ ആക്ഷൻ സീൻസ് ഇട്ടിട്ടില്ല. കഥയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് ഈ ആക്ഷൻ സീനുകൾ വരുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഒരു കൊച്ചുകുട്ടിക്ക് ചെന്നിരുന്ന് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കണ്ട് തീർക്കാൻ പറ്റുന്ന ആക്ഷൻ സീൻസ് ഒരുപാട് ഉള്ള ഒരു സിനിമയല്ല. വിത്ത് സ്റ്റോറി ആ സീനുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ആക്ഷൻ സീൻ ഒന്നും പറയാനില്ല, വേറെ ലെവലാണ്. പിന്നെ 3Dയെ പറ്റി എൻ്റെ അമ്മോ, 3Dയെ പറ്റി ഒന്നും പറയണ്ട, ഞെട്ടിപ്പോകുന്ന 3D സെറ്റപ്പ് ആയിരുന്നു അത്. ഞാൻ തിയേറ്ററിൽ ഇരിക്കേണ്ട സീറ്റിംഗ് പൊസിഷനിൽ ഇരുന്ന് 3D കണ്ടിട്ട് തന്നെയാണ് പറയുന്നത്. റിക്ലൈനറിൽ മിഡിൽ സീറ്റിൽ ഇരുന്ന് 3D കണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഫ്രണ്ട് സീറ്റിലൊക്കെ പോയിരിക്കുന്നവർക്ക് സ്പൈഡർമാൻ വലയിടുമ്പോൾ നെഞ്ചിൽ വന്ന് വീഴും അങ്ങനെയുള്ള സങ്കല്പമൊന്നും വേണ്ട. 3D ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ബാക്കിലിരുന്ന് തന്നെ എൻജോയ് ചെയ്യണം. അങ്ങനെ ബെസ്റ്റ് 3D എക്സ്പീരിയൻസിലാണ് ഞാൻ കണ്ടത്. 3D ഒക്കെ മാരകമായിരുന്നു, ഒന്നും പറയാനില്ല. ചില സീൻസ് ഒക്കെ, ആക്ഷൻ സീൻസും ആ ഒരു ഫ്ലൈ ചെയ്യുന്ന സീൻസ് ഒക്കെ എൻ്റെ അമ്മ പറയാനില്ല, ഒന്നുമില്ല. അത് വേറെ ലെവലാണ്. ഒരു ഇഞ്ച് പോലും മാർവൽ ആ ഒരു കാര്യത്തിൽ പിന്നിലോട്ട് പോയിട്ടില്ല. അവഞ്ചേഴ്സിനെക്കാളും നല്ല 3D എഫക്റ്റ് മിക്കവാറും എനിക്ക് സ്പൈഡർമാനിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിന് കഴിഞ്ഞതിലും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ്. വേറെ പടത്തിനെ പറ്റി ഒന്നും പറയാനില്ല. എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്, നല്ല ഇമോഷണൽ സീൻസ് ഉണ്ട്, പിന്നെ ആക്ഷൻ സീൻസ് ഭയങ്കരമാണ്. പടം മൊത്തത്തിൽ നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നോ അതാണ്. എനിക്ക് പൊതുവെ ഒരു വ്യത്യസ്തത തോന്നിയത്, വെറുതെ ഇങ്ങനെ കണ്ടു തീർക്കാൻ പറ്റിയ ഒരു ആക്ഷൻ സിനിമയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കുറെ ആക്ഷൻ മാസ് സീൻസുകൾ മാത്രമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞല്ലോ, നല്ല ഒരു കഥയും അതിൻ്റെ ഒപ്പം വരുന്ന കുറെ ക്യാരക്ടേഴ്സും മറ്റു കാര്യങ്ങളും കൂടെ സ്പൈഡർമാനും എല്ലാവരും ഉള്ള നല്ലൊരു പെർഫെക്റ്റ്